തൃശൂർ ജില്ലയിൽ റെഡ് അലർട്ട്. മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടിലായി. മുകേഷ് ലാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ലിറ്റി, ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ്. ഇന്നലെ തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. തൃശൂർ നഗരത്തിൽ ഉൾപ്പെടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അത്ര സുഖകരമായ വാർത്തകളല്ല നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. പീച്ചി ഉൾപ്പെടെയുള്ള നിരവധി ഡാമുകൾ ജില്ലയിൽ തുറന്നിട്ടുണ്ട്. പീച്ചിയും പെരിങ്ങൽകുത്തും വാഴാനിയും അസുരൻകുണ്ട് ഉൾപ്പെടെയുള്ള ഡാമുകൾ തുറന്നിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് പെട്ടെന്ന് ഉയരുകയാണ്. ഇപ്പോൾ നിൽക്കുന്നത് തൃശൂർ നഗരത്തോട് ചേർന്ന പെരിങ്ങാവിനോട് ചേർന്ന ഭാഗത്താണ്. വിയ്യൂരിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ശക്തമായ വെള്ളത്തിൻ്റെ ഒഴുക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും. പീച്ചി ഡാം തുറക്കുമ്പോൾ അതിൻ്റെ ആ വെള്ളത്തിൻ്റെ ഒഴുക്ക് ഈ മേഖലയിലേക്കും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെള്ളം ഒഴുകി വരുന്ന പെരിങ്ങാവ് ഉൾപ്പെടെയുള്ള പ്രദേശത്തുള്ളവർ അതീവ ഭീതിയോടുകൂടിയാണ് കഴിയുന്നത്. കാരണം നമുക്കറിയാം, പ്രളയകാലത്തെല്ലാം നമുക്കറിയാവുന്നതാണ്, പെട്ടെന്നായിരിക്കും വെള്ളം ഉയരുക. 2018 പ്രളയകാലത്ത് രാത്രിയിൽ പെട്ടെന്ന് ജലമുയർന്നപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ ഭീതിയിലാണ്. പ്രത്യേകിച്ച് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള അപകട സാധ്യതയുള്ള മേഖലകളിലുള്ളവർ മാറി താമസിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ജാഗ്രത പാലിക്കണം. ഇങ്ങനെയുള്ള മേഖലകളിൽ നിന്ന് ക്യാമ്പുകളിലേക്ക് മാറണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോഴും നമുക്കറിയാം, മഴ തുടരുകയാണ്. ഇന്നലെ തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരിയിലും ചേലക്കരയിലും ഉൾപ്പെടെ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു. ചേലക്കര നഗരം മുഴുവനായും വെള്ളക്കെട്ടിനടിയിലായ സ്ഥിതിയിലാണ്. അതുപോലെ തന്നെ പല പാലങ്ങളും അടച്ചിരിക്കുന്നു. ഗതാഗതം പല റോഡുകളും തടസ്സപ്പെട്ടിരിക്കുന്നു. പട്ടാമ്പി പാലം അടച്ചിരിക്കുന്നു. ട്രെയിൻ ഗതാഗതം താറുമാറായിരിക്കുന്നു. വടക്കാഞ്ചേരിയോട് ചേർന്ന് അകമലയിൽ മണ്ണിടിച്ചിലുണ്ടായി. കനത്ത തോതിലാണ് വൃഷ്ടിപ്രദേശത്ത് നിന്ന് നീരൊഴുക്കുണ്ടായത്. ആ വെള്ളം ട്രാക്കിലേക്ക് വന്ന് ട്രാക്കിൽ മണ്ണ് ഒലിച്ചു പോയ സ്ഥിതിയിലാണ് ഗതാഗതം നിർത്തിവെക്കേണ്ട, ട്രെയിൻ ഗതാഗതം ചില സമയത്ത് ഭാഗികമായെങ്കിൽ നിർത്തിവെക്കേണ്ട സ്ഥിതിവിശേഷമുണ്ടായത്. ഏതാനും ട്രെയിനുകൾ റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലുള്ളവർ, പ്രത്യേകിച്ച് അപകട സാധ്യത മേഖലയിലുള്ളവർ ക്യാമ്പുകളിലേക്ക് മാറണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള വിലക്കാണ്. എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. മറ്റൊരു ആശങ്കപ്പെടുത്തുന്ന മേഖല ചാലക്കുടിയാണ്. നമുക്കറിയാം, അതിരപ്പള്ളിയിൽ പെരിങ്ങൽകുത്ത് ഡാം തുറന്നാൽ ചാലക്കുടി പുഴയിൽ വെള്ളത്തിൻ്റെ ഒഴുക്ക് ശക്തമായി ഉയരും. അപകട നിലയിലേക്ക് ഉയരുന്ന രീതിയിൽ വെള്ളം അനുനിമിഷം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ കളക്ടർ ചാലക്കുടി സന്ദർശിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിന് ശേഷം കളക്ടറുമായി ബന്ധപ്പെട്ടിരുന്നു. തിരുവനന്തപുരത്ത് നേരെ അദ്ദേഹം ചാലക്കുടിയിലേക്കാണ് എത്തിച്ചേരുന്നത്. അതിരപ്പള്ളി ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിരിക്കുന്നു. പെരിങ്ങൽകുത്ത് ഡാം തുറന്നു. മാത്രമല്ല, അപ്പർ ഷോളയാർ ഡാം തുറന്നത് മൂലം, തമിഴ്നാടിൻ്റെ കീഴിലുള്ള അപ്പർ ഷോളയാർ ഡാം തുറന്നത് മൂലം ഇവിടെ നിന്നുള്ള വെള്ളവും പെരിങ്ങൽകുത്തിലേക്ക് എത്തുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടുകയും ഒപ്പം തന്നെ മഴ തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഭീതിതമായ ഒരു അവസ്ഥ തന്നെയാണ് നിൽക്കുന്നത്. എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കണം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. പ്രത്യേകിച്ച് മലയിടിച്ചിൽ സാധ്യതയുള്ള മേഖലയിൽ നിന്ന് മാറണം. നമുക്കറിയാം, കുറാഞ്ചേരിയെല്ലാം നമുക്ക് മുന്നിൽ വലിയ പാഠമാണ്. ഇപ്പോഴും സംസ്ഥാനത്ത് വയനാട്ടിൽ നിന്നുള്ള കണ്ണീരണിഞ്ഞ വാർത്തകൾ നമുക്ക് മുന്നിലെത്തുന്നുണ്ട്. അതുകൊണ്ട് മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രത വേണം. പ്രത്യേകിച്ച് ചൊക്കന പാലപ്പിള്ളി മേഖലയിൽ ധാരാളമായി മലവെള്ളപ്പാച്ചിലുണ്ട്. അതുകൊണ്ട് ഈ മേഖലയിലും ജനങ്ങൾ ഭീതിയിലാണ്. കരുതലോടെ ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിനും മുന്നോട്ട് വയ്ക്കാനുള്ളത്. ലിറ്റി.